പമ്പിലെ ശുചിമുറി പൊതു ആവശ്യത്തിനല്ലെന്ന് ഹൈക്കോടതി. പമ്പിലെ ശുചിമുറികൾ ഉപഭോക്താക്കൾക്ക് മാത്രമുള്ളതാണ്. പൊതുജനങ്ങൾക്ക് പമ്പിലെ ശുചിമുറികൾ ഉപയോഗിക്കാമെന്ന സർക്കാർ നിർദ്ദേശം കോടതി തള്ളി. പെട്രോളിയം ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് വരുന്നത്. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നേരത്തെ ഇതിനെ രണ്ട് വശം ഒരു പക്ഷേ നമ്മൾ പരിശോധിച്ചതാണ്. നേരത്തെയൊക്കെ തന്നെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. പമ്പ് ഉടമകൾ ഈ വിഷയം ഉയർത്തിയാണ് കോടതിയിലേക്ക്. പക്ഷേ സർക്കാരിന്റെ നിലപാട് വരികയും ചെയ്തു. ആ നിലപാടിപ്പോൾ തള്ളിക്കൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ എന്താണ് ഹൈക്കോടതി എടുക്കുന്ന നിലപാട്, നിർദ്ദേശങ്ങൾ? പ്രതീക്ഷ, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇതാണ്. അതായത് സംസ്ഥാനത്തെ സ്വകാര്യ പമ്പുകളിലെ ശുചിമുറികൾ അത് പൊതു ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന രീതിയിൽ നിർബന്ധിക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആ പമ്പിലെത്തുന്ന ഉപഭോക്താക്കളുടെ ആവശ്യത്തിനുള്ളതാണ് ശുചിമുറികൾ എന്നതാണ് പമ്പ് ഉടമകളുടെ വാദം. അതാണ് കോടതി ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവിലൂടെ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിന് അന്തിമ ഉത്തരവ് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാരിനോടും തിരുവനന്തപുരം കോർപ്പറേഷനോടും ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് പൊതു ആവശ്യത്തിന് എന്ന രീതിയിൽ ഉപയോഗിക്കണം എന്ന നിർബന്ധം ചെലുത്താൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ പമ്പ് ഉടമകൾ തന്നെയാണ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ ഇങ്ങനെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്നത് സംസ്ഥാനത്ത് നമുക്കറിയാം ചിലയിടങ്ങളിൽ ഈ പമ്പുകളിലെ ശുചിമുറികൾ പുറത്തു നിന്നുള്ള ആളുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ വന്ന സമയത്ത് സർക്കാർ ഇത് പൊതു ആവശ്യത്തിന് ഉപയോഗിക്കാം, സാധാരണക്കാർക്ക് ഉപയോഗിക്കാമെന്ന നിലയിലേക്ക് സർക്കാർ നിലപാടെടുക്കുകയും ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ പമ്പിലെ ശുചിമുറികൾ പൊതു ടോയ്ലറ്റുകളാണ് എന്ന രീതിയിൽ അവിടെ ബോർഡുകളടക്കം സ്ഥാപിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ആ ഒരു ഘട്ടം വന്നപ്പോഴാണ് ഈ പമ്പുടമകൾ ഹൈക്കോടതിയിലെത്തുകയും ഇത് തങ്ങളുടെ മൗലിക അവകാശത്തിന് മേലുള്ള ഒരു ലംഘനമാണ് എന്നതാണ് അവരുടെ നിലപാട്. കാരണം പമ്പ് ഒരു ബിസിനസ് സ്ഥാപനമാണ്, അത് നടത്തിക്കൊണ്ടുപോവുകയാണ് തങ്ങൾ ചെയ്യുന്നത്. അവിടെ തങ്ങളുടെ ഉപഭോക്താക്കളായി വരുന്നവർക്ക് ഉപയോഗിക്കാനായാണ് ശുചിമുറികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ശുചിമുറികൾ മറ്റ് ആളുകൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ ആ പാകത്തിൽ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ ഒരു അധ്യാപിക 3 മാസം മുൻപാണ് നമ്മളാണത് ആ വാർത്ത കൊണ്ടുവരുന്നത്. അതായത് ഒരു പമ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശുചിമുറി ആവശ്യത്തിനായി ചോദിക്കുമ്പോൾ പോലും, അതായത് പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് പോലും അത് തുറന്നു കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നിയമ നടപടിയിലേക്കൊക്കെ പോയി അവിടെ കോമ്പൻസേഷൻ അടക്കം നൽകണമെന്നൊരു ഉത്തരവൊക്കെ നേരത്തെ വന്നിരുന്നു. ബില്ലിലേക്ക്